ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പള്ളിയിലേക്ക് ഒരാൾ വന്നിട്ട് പറയാണ്, അസാബനിൽ ജഹുദു, എനിക്ക് വിശന്നിട്ട് വയ്യ, നല്ല വിശപ്പുണ്ട്. ഫഅർസല ഇലാ നിസാഇ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളെയും കാത്തു നിന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേഗം തൻ്റെ ഭാര്യമാരുടെ അടുത്തേക്ക് ആളുകളെ പറഞ്ഞയക്കുകയാണ്. കാരണം വിശന്ന ഒരു മനുഷ്യൻ പള്ളിയിൽ വരികയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എനിക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ആരോടും ചോദിച്ചില്ല, നബിയുടെ ഭാര്യമാരുടെ വീട്ടിലേക്ക് ആളെ പറഞ്ഞയച്ചു. ശ്രദ്ധിക്കുക, എല്ലാ വീട്ടിൽ നിന്നും വെറും കയ്യോടെ മടങ്ങി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 9ഓളം വരുന്ന ഭാര്യമാരിൽ ഒരാളുടെ വീട്ടിലും ഒരു നേരത്തെ ഭക്ഷണം പോലുമില്ല. വെറും കയ്യോടെ മടങ്ങി, ഒന്നുമില്ല. ആ സമയത്ത് മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, അലാ റജുലുൻ യുദയ്യിഫു ഹാദിഹിൽ ലൈല യർഹമുഹുല്ലാഹ്. ശ്രദ്ധിക്കുക, ഈ വ്യക്തി എന്ന് സൽക്കരിക്കാൻ ആരുണ്ട്? ആ വ്യക്തിക്ക് യർഹമുഹുല്ലാഹ്, അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടും. ഒറ്റ പ്രഖ്യാപന, അധികം താമസിച്ചില്ല. ഫഖാമ റജുലുൻ മിനൽ അൻസാർ, അൻസാറുകളിൽപ്പെട്ട ഒരാൾ എഴുന്നേറ്റ് നിന്നു. വീട്ടിലെന്തെങ്കിലും ഉണ്ടോ എന്ന് പോലും അന്വേഷിച്ചിട്ടില്ല. അള്ളാഹു കാരുണ്യം ചെയ്യുമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഇനി വേറൊന്നും ചിന്തിക്കട്ടെ, ഒറ്റ എഴുന്നേൽക്കല. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, അനയാ റസൂലല്ലാഹ്, ഞാൻ ഏറ്റെടുത്തോളാം നബിയെ എന്ന് പറഞ്ഞു. വീട്ടിലേക്ക് പോയപ്പോഴോ ഫദഹബ ഇലാ അഹ്ലിഹി, അവിടെ പോയിട്ട് ചോദിച്ചു, എന്താണുള്ളത്? നോക്കുമ്പോൾ അവർക്കൊന്നുള്ള ഭക്ഷണം അവിടെ അല്ല, കുട്ടികൾക്കുള്ളൊരല്പം ഭക്ഷണം മാത്രമേ അവിടെ ഉള്ളൂ. പ്രസിദ്ധമാണ് സംഭവം. അപ്പോൾ ആ സഹാബി പറയാണ്, വിളക്കണയ്ക്കൂ, കുട്ടികളെ എന്തെങ്കിലും പറഞ്ഞ് ആശ്വസിപ്പിച്ച് ഉറക്കിക്കളയൂ. അവർക്ക് വിശക്കും, പക്ഷേ അവരെ ഉറക്കിക്കളയണം. എന്നിട്ട് വിളക്കണച്ചിട്ട് നമുക്ക് കഴിക്കുന്നത് പോലെ അഭിനയിക്കാം. വിരുന്നുകാരൻ വിചാരിക്കട്ടെ നമ്മൾ കഴിക്കുന്നുണ്ടെന്ന്. അവർ കഴിക്കുന്നില്ല, പിന്നെയോ അദ്ദേഹത്തിന് മുൻഗണന കൊടുക്കുകയാണ്. അങ്ങനെ ആ അതിഥിയെ അവർ സൽക്കരിച്ചു. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വേറൊന്നും ആലോചിച്ചില്ല. പക്ഷെ അതിൻ്റെ ഫലം എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിട്ട് പറയാണ്, പിറ്റേ ദിവസം അള്ളാഹുവിൻ്റെ റസൂലിന് ഇത് വഹിയായി അള്ളാഹു അറിയിച്ചു കൊടുത്തു എന്നാണ്. ഇങ്ങനൊരു സംഭവമുണ്ട്. കാരണം സാധാരണ നിലക്കൊന്നും മനുഷ്യരിൽ നിന്നുണ്ടാവാത്ത പെരുമാറ്റമാണത്, അതുല്യമായ സ്വഭാവമാണത്. ഈമാൻ ഹൃദയത്തിലേക്ക്, ഇസ്ലാം ഹൃദയത്തിലേക്ക് അതിൻ്റേതായ ഗൗരവത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ മനുഷ്യനിലുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് അത്ഭുതകരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അജീബ റബ്ബുന അസ്സ വജൽ, അല്ലാഹു അത്ഭുതപ്പെട്ടിരിക്കുന്നു. മറ്റൊരു റിവായത്തിലുള്ളത് ഔ ലഹിക റബ്ബുന അസ്സ വജൽ, നമ്മുടെ റബ്ബ് ചിരിച്ചിരിക്കുന്നു. മിൻ ഫുലാനിൻ വ ഫുലാന, ആ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കാര്യത്തിൽ വല്ലാത്തൊരു കുടുംബം, അവരുടെ കാര്യത്തിൽ അള്ളാഹു അത്ഭുതപ്പെട്ടിരിക്കുന്നു. വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ എന്ന സൂറത്തുൽ ഹശ്റിലെ ആയത്ത് അതുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കപ്പെട്ടതാണ്. ഒരായത്ത് തന്നെ അവതരിപ്പിക്കപ്പെട്ടു. ആ സഹാബിയെ അള്ളാഹു തൃപ്തിപ്പെട്ടു. കാരണം ഒരു ഹദീസിലുണ്ട്, അള്ളാഹു ഒരു സഹാബിയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നോക്കി ചിരിച്ചാൽ ആ വ്യക്തി പിന്നെ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയില്ല, ആ വ്യക്തി പിന്നെ സ്വർഗത്തിലാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്ന് പറഞ്ഞപ്പോഴേക്ക് ചാടി വീണതാണ്. വീട്ടിലെന്താണ് എന്നുള്ളത് പോലും നോക്കിയിട്ടില്ല. അതിൻ്റെ ഫലം എന്താണ്? വമ്പിച്ച ഒരു നേട്ടമല്ലേ പരലോകത്തുണ്ടായിട്ടുള്ളത്.